ഓരോ ഓർഡറിനും നമുക്ക് ഓരോ സ്റ്റോറീസ് പറയാനുണ്ട്. അതുപോലെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു ഓർഡറിനുള്ളത്. ഇത് ഫുള്ള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡറായിരുന്നു. എൻ്റെ മാംഗ്ലൂരുള്ളൊരു ഫ്രണ്ടിന് ആളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കണം. ഓൾറെഡി ആളൊരു ബ്രാൻഡഡ് ഷർട്ടും പിന്നെ ചെറുതായിട്ടൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ജോക്കിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആളുടെ പ്ലാൻ എന്താ വെച്ചാൽ കേക്ക് കട്ടിങ്സ് കഴിഞ്ഞിട്ട് ഈ ജോക്കി കൊടുത്തിട്ട് ആളൊന്ന് പ്രാങ്ക് ചെയ്യാം, എന്നിട്ട് പിന്നെ ഷർട്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആൾക്ക് കൺഫ്യൂസായി, ഇനി ഷർട്ട് മാത്രമായിട്ട് കൊടുക്കാം, അതിലെന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ബൊക്കറ്റ് ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ നിങ്ങളുടെ മെമ്മറി ആൽബം ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മുന്നിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് വെച്ചാൽ 2 ദിവസമേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ മാംഗ്ലൂരിൽ നിന്ന് ബാംഗ്ലൂർ എത്തിക്കണം. അതിലും വലിയ ടാസ്ക് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല കറക്റ്റ് പ്രോപ്പറായിട്ട് എവിടെയാണ് ഈ ക്രാഫ്റ്റിൻ്റെ എല്ലാ മെറ്റീരിയൽസും കിട്ടാമെന്നറിയില്ല. എൻ്റെ അടുത്താണെങ്കിൽ ഒരു സാധനം സ്റ്റോക്കില്ല, ഒക്കെ നാട്ടിലുമായിരുന്നു. ദെൻ ഞാനും അവളും കൂടിയിട്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി കിട്ടുന്നത് വെച്ച് നമുക്ക് ചെയ്യാമെന്ന് എഴുതി നമ്മൾ 2 പേരും മാംഗ്ലൂര് കുറേ സ്ഥലത്ത് 2-3 ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി. കുറേ സ്ഥലത്ത് സാധനം ഇല്ല, കുറേ സ്ഥലത്ത് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത്ര സാധനം ഇല്ല. പോക്കറ്റ് ഷീറ്റൊക്കെ ആണെങ്കിൽ ചിലയിടത്ത് ഈ സെയിം കളറിൽ 1 ഉള്ളൂ, അല്ലെങ്കിൽ 3 എണ്ണം ചോദിച്ചാൽ 2 ഉള്ളൂ. ആകെ കൺഫ്യൂഷനായി. അവസാനം ഒരു ഷോപ്പിലെത്തി. ഷോപ്പിൽ നിന്ന് കിട്ടണ വാങ്ങാന്നുള്ള പ്ലാനിൽ ഞങ്ങളത് വാങ്ങിച്ചു. അത് വാങ്ങി വന്നതിന് ശേഷം അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത്. ഇത് വർക്ക് ചെയ്യുമ്പോൾ കുറേ ടെൻഷനുണ്ട്. ഞാൻ കുറേ ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഫെബ്രുവരിയിലായിട്ടാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ഓർഡേഴ്സ് കൊടുത്തിട്ടില്ല, വർക്കും ചെയ്തിട്ടില്ല, ചെറുതായിട്ട് ടച്ച് വിട്ടിട്ടുള്ളൂ. ശരിയാവോ, ഇഷ്ടപ്പെടുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻ. അതുമല്ല ഇവൾ എൻ്റെ അടുക്കലും ഉണ്ട്, അപ്പോൾ എനിക്ക് ഫുള്ള് കൺഫ്യൂഷനാണ്. പക്ഷേ ലാസ്റ്റ് ഔട്ട്പുട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആളുടെ ബോയ് ഫ്രണ്ടിനായിക്കോട്ടെ അവൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്കൊരു വർക്ക് ചെയ്താൽ നമ്മുടെ കസ്റ്റമർ ഹാപ്പി ആവണം, അത്രയും നമ്മൾ ചെയ്യണം. അത് നമ്മളൊരു ഫ്രണ്ടും കൂടെ ആയാൽ കൂടുതൽ ടെൻഷനാണല്ലോ. അങ്ങനെ അവൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്ത് വീഡിയോസിലൊക്കെ ബൊക്കറ്റ് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഡബിൾ ഹാപ്പിയായി. പറഞ്ഞു വന്ന് ബൊക്കറ്റ് ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഈ ബൊക്കറ്റിൻ്റെ പിന്നിലുള്ള സ്റ്റോറി. നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സിനെ ഫാമിലീനൊക്കെ സർപ്രൈസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട്.